തുടങ്ങട്ടെ. നമസ്തേ. കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ദ്വിതീയാവിഭക്തിയുടെ പ്രയോഗങ്ങളായിരുന്നു കണ്ടുവരണ്ടിരുന്നത്. ഇന്ന് നമുക്ക് അഞ്ചാമത്തെ വിഭക്തി, പഞ്ചമി വിഭക്തിയുടെ ഒരു പ്രയോഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. വേറൊരു പ്രയോഗം ഭയം. എല്ലാവർക്കും ഉണ്ടല്ലോ ഭയം. അപ്പം ഏതിൽ നിന്നുമാണ് ഭയം? ആ പദത്തിനെ ഏതിൽ പ്രയോഗിക്കണം നമ്മൾ? അഞ്ചാമത്തെ വിഭക്തി, പഞ്ചമി വിഭക്തി. ഏതിൽ നിന്നുമാണ് ഭയം? നമുക്ക് നോക്കാം ഉദാഹരണങ്ങൾ. മൂഷകസ്യ സർപ്പാത് ഭയം അസ്തി. മൂഷകസ്യ എലിക്ക്, മൂഷകന് സർപ്പത്തിൽ നിന്നാണ് ഭയം. സർപ്പത്തിൽ നിന്ന് ഭയം. അപ്പൊ സർപ്പത്തിൽ നിന്ന്, അതുകൊണ്ട് സർപ്പാത് ഭയം അസ്തി. ആർക്ക്? മൂഷകന്. മൂഷകസ്യ കൂർമാത് ഭയം നാസ്തി. കൂർമ്മം ആമ. അപ്പൊ മൂഷകന് കൂർമ്മത്തിൽ, ആമയിൽ നിന്നും ഭയം ഇല്ല. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരിൽ നിന്നുമാണ് ഭയം എന്ന്. മനുഷ്യഃ മനുഷ്യൻ, കാക്കഃ കാക്ക, ഹരിണഃ മാന്, ഗരുഡഃ ഗരുഡൻ, സിംഹഃ സിംഹം, സർപ്പഃ സർപ്പം, ഗജഃ ആന, മയൂരഃ മയില്, മണ്ടൂകഃ തവള, മാർജാരഃ പൂച്ച, ശുനകഃ പട്ടി, നായ. മനുഷ്യന് ആരിൽ നിന്നൊക്കെയാണ് ഭയം? മനുഷ്യസ്യ സിംഹാത് ഭയം അസ്തി. മനുഷ്യസ്യ മണ്ടൂകാത് ഭയം നാസ്തി. പക്ഷെ ചിലർ ഭയപ്പെടുമല്ലേ, ചിലർ പാറ്റയും ഭയപ്പെടുമല്ലോ അല്ലേ. പാറ്റയ്ക്ക് പേരെന്താണ്? അത് എഴുതിയില്ലല്ലോ, അത് വേണമല്ലോ. പാറ്റ, തൈലപഹ. പാറ്റയുടെ മുകളിൽ ഇങ്ങനെ തൈലം, എണ്ണ പോലെ ഇങ്ങനെ വഴവഴാന്നിരിക്കുമല്ലോ, അതുകൊണ്ട് തൈലപഹ എന്നാണ് പാറ്റയ്ക്ക് പേര്. പിന്നെ വേറൊന്നും കൂടി, പല്ലി, ഗൃഹഗോധിക. ഗൃഹഗോധിക, പല്ലി. ചിലർക്ക് പല്ലിയെയും ഭയമാണല്ലോ. ഈ പാശ്ചാത്യർക്ക് അവിടെയൊക്കെ വലിയ ക്ലീൻ ആണല്ലോ, അതുകൊണ്ട് അവർക്ക് ഒരു പാറ്റയെ കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പേടിക്കും. അതേപോലെ തന്നെ പല്ലിയെ കണ്ടാലും. അപ്പോൾ മനുഷ്യസ്യ തൈലപാത് ഭയം നാസ്തി. ചിലർക്കുണ്ടല്ലോ. മനുഷ്യസ്യ കാകാത് ഭയം നാസ്തി, സർപ്പാത് ഭയം അസ്തി, മാർജാരാത് ഭയം നാസ്തി, ഗൃഹഗോധിക നാസ്തി. ചിലർക്കൊക്കെ ഉണ്ടല്ലേ, പല്ലി നോക്കുമ്പോൾ ചിലർക്ക് ഉണ്ടാവും. ഈ ഗൃഹഗോധിക എന്നുള്ള ശബ്ദം ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പൊ അതിന്റെ പഞ്ചമി വിഭക്തി എന്താണ്? ഗൃഹഗോധികായാഹ. അപ്പൊ ഗൃഹഗോധികയിൽ നിന്നും ഭയം നാസ്തി, പല്ലിയിൽ നിന്നും. ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പല്ലിയോടെ പല്ലിയായിരിക്കും. എത്ര പല്ലികളാണല്ലേ. സഡനായിട്ട് പെട്ടെന്ന് വന്ന് ചാടും നമ്മുടെ മുന്നിൽ. നമ്മൾ നടന്നു പോകുമ്പോൾ സഡനായിട്ട് ചാടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് പല്ലികൾ തമ്മിൽ യുദ്ധം. അമ്മ, എന്തൊരു യുദ്ധം! നമ്മൾ അടുത്ത് പോയിട്ട് ഇങ്ങനെ തട്ടിയാലും ഒരു കൂസലില്ല അവർക്കല്ലേ, നമ്മൾ വന്നതേ അറിയില്ല, അത്ര യുദ്ധമാണ്. അപ്പം നമ്മൾ നോക്കും, അപ്പം മനുഷ്യർ സാരമില്ലല്ലേ, അവരൊക്കെ നോക്കുമ്പോൾ. ഗൃഹഗോധിക. ഹരിണഃ, ഇനി നമുക്ക് പേടിയുള്ളത് മാത്രം എടുക്കാം. ഗരുഡഃ, സർപ്പഃ. ആരിൽ നിന്നാണ് പേടി? സർപ്പത്തിന് ഗരുഡനിൽ നിന്നും പേടി. അപ്പം സർപ്പസ്യ ഗരുഡാത് ഭയം അസ്തി. ശുനകൻ, മാർജാരഃ. ആർക്ക് പേടി? മാർജാരന് ശുനകനെ പേടിയാണല്ലോ അല്ലെ. അപ്പോൾ മാർജാരസ്യ ശുനകാത് ഭയം അസ്തി. ഇനി മാനും സിംഹവും എടുക്കാം. മാനിന് സിംഹത്തിന് ഭയാണല്ലേ. ഹരിണസ്യ സിംഹാത് ഭയം അസ്തി. മയൂരഃ സർപ്പഃ. അവർ നമ്മുടെ ശത്രുക്കൾ, പക്ഷെ ഭയമില്ല അല്ലേ, ഭയമില്ല. അപ്പൊ നാസ്തി എന്ന് എഴുതാം അല്ലേ. മയൂരസ്യ സർപ്പാത് ഭയം നാസ്തി. ഇനി ഭയമുള്ള ആരൊക്കെയാണ്? ഗൃഹഗോധിക തൈലപഹ.
രണ്ടുപേരും തമ്മിൽ ശത്രുക്കളാണല്ലോ അല്ലേ. ഈ ഗൃഹഗോതിക പല്ലി വന്നിട്ട് പാറ്റയെ തിന്നുമല്ലോ. അപ്പോൾ പാറ്റയെ തിന്നുന്നത് ശരിക്കും സങ്കടം തോന്നും. പാറ്റ ഇങ്ങനെ വിറയ്ക്കുമല്ലോ അല്ലേ ഇരുന്നില്ലേ. എന്നിട്ട് കുറച്ചൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഈ പാറ്റയുടെ തലയാണ് എടുക്കുന്നത് അല്ലേ പല്ലി. എന്നിട്ട് ഈ പാറ്റയുടെ ബാക്കിയുള്ള അവശിഷ്ടം നമുക്ക് കാണാം. അപ്പം അത് തലയാണ് പിടിക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്ത് കളയും. സങ്കടം തോന്നും അല്ലേ. പക്ഷെ പിന്നെ നമുക്ക് തോന്നും, ഓ ഭഗവാനല്ലേ, ഭഗവാൻ നീയുണ്ട്, നിന്റെ സൃഷ്ടി അങ്ങ് തന്നെ നോക്കിക്കോണം. അപ്പോൾ ഗൃഹഗോതിക തൈലപഹ, ആരിൽ നിന്നാണ് ഭയം? തൈലപ, പാറ്റയ്ക്ക് പല്ലിയിൽ നിന്നാണ് ഭയം. അപ്പൊ എങ്ങനെയാണ് എഴുതേണ്ടത് അവിടെ? തൈലപസ്യ ഗൃഹഗോധികായാഹ ഭയം അസ്തി. അസ്തി. ഇനി വേറെ ഏതാ ഉള്ളത്? കാക്ക. കാക്കയ്ക്ക് മാർജാര കഴിക്കില്ലേ, പൂച്ച. അപ്പൊ കാക്കസ്യ മാർജാരാത് ഭയം അസ്തി. ഇനി വേറെ ഏതാ ഉള്ളത്? ഹരിണ, സിംഹം നമ്മൾ കണ്ടു. ഗജഹ, സിംഹം. ആനയ്ക്ക് സിംഹത്തിന് ഭയമാണല്ലോ അല്ലെ. അപ്പൊ ഗജസ്യ സിംഹാത് ഭയം അസ്തി. മനുഷ്യന് എല്ലാത്തിനും കൂടെ ചേർക്കാം. മണ്ടൂകഹ സർപ്പഹ, സർപ്പം മണ്ടൂകത്തിനെ കഴിക്കില്ലേ. അപ്പോൾ മണ്ടൂകസ്യ സർപ്പാത് ഭയം അസ്തി. അങ്ങനെ നമുക്ക് എഴുതിക്കൊണ്ട് പോകാം, ലിസ്റ്റ് ഉണ്ടാക്കാം. മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ഭയം തോന്നും. അതിനെ ഭയം, ഇതിനെ ഭയം, എല്ലാത്തിലും സർവം ഭയമേവ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം ഒരു ശ്ലോകം വേണമെങ്കിൽ. അപ്പോൾ ഭയം എന്തിൽ നിന്നാണ് ഭയം? ആ പദം ഏതിലായിരിക്കണം? പഞ്ചമി വിഭക്തി. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.